ഞാൻ അനുഭവിക്കുമ്പോഴും ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യരെ പോലെയും മുകുന്ദൻ സി മേനോനെ പോലെയും വാസുവേട്ടനെ പോലെയും ഒക്കെയുള്ള കേരളത്തിലെ മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യാവകാശ പ്രവർത്തകർ എന്റെ മോചനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എനിക്ക് സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട മക്കൾ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ പള്ളികൾക്ക് മുന്നിൽ ബക്കറ്റും കൊണ്ട് നടക്കുമ്പോൾ പോലും ആ ബക്കറ്റിൽ ഒരു നാണയത്തൊട്ടി ഇടാതിരിക്കത്തക്കവണ്ണം പ്രസ്താവന നടത്തിയ മുസ്ലിം നേതാക്കന്മാരുണ്ടായിരുന്നു. അവർക്കെതിരെ ഞാനൊന്നും മിണ്ടിയില്ല, അവരെ ഞാൻ ആക്ഷേപിച്ചില്ല, അവരെ വിമർശിച്ചില്ല, അവർക്കെതിരെ പ്രസംഗിച്ചില്ല, അവരെ കുറ്റം പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു, ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ അവരാരെങ്കിലും അനുഭവിക്കേണ്ടി വന്നാൽ കേരളത്തിലെ മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ട് ജയിലിലേക്ക് മാർച്ച് നടത്തി അവരിറങ്ങുന്നതുവരെ ഞാൻ സത്യാഗ്രഹം ഇരുന്നിട്ടായാലും അവർക്ക് വേണ്ടി ഞാൻ പോരാടുമെന്ന് പ്രഖ്യാപിച്ചു. എന്റെ സ്ഥാനത്ത് ഞാൻ ജയിലിൽ 10 കൊല്ലം ഇരുന്നു. 10 മാസം 10 ദിവസം കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവോ ഒരു പിന്നോക്ക നേതാവോ അകാരണമായി ഞാൻ അറസ്റ്റ് ചെയ്തതുപോലെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ആദ്യമായി ജയിലിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത് ഞാനാകുമായിരുന്നു, എന്റെ നേതൃത്വത്തിലാകുമായിരുന്നു. പക്ഷേ ഞാൻ അനുഭവിച്ചപ്പോൾ എന്നെ കണ്ടില്ല എന്ന് നടിച്ചവർ. ഞാൻ എന്ത് കുറ്റവാ ചെയ്തേ? ഞാൻ പ്രസംഗിച്ചു, അസാമിന്റെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീഴുന്ന പാവപ്പെട്ടവരെ കുറിച്ച് പ്രസംഗിച്ചു. ആകാശസീമകളിലേക്ക് ഉയർന്നു നിന്നമ്പിളിയമ്മാമനോട് തൊട്ടുരുമ്മി നിന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ടടക്കം പറഞ്ഞ മുനാരങ്ങളിലൂടെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു മഹാനാണ്, അല്ലാഹു മഹാനാണ്, അല്ലാഹു മഹാനാണ്, അല്ലാഹു മാത്രമാണ് മഹാനായിട്ടുള്ളത് എന്ന ബാങ്കുലി മുഴങ്ങിയ ബാബരി മസ്ജിദിന്റെ മുനാര തട്ടിത്തകർത്ത് തരിപ്പണമാക്കപ്പെട്ടപ്പോൾ ഡിസംബർ 6 വരാൻ പോവുകയാ മക്കളെ. 4.5 നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങളുടെ മാത്രം ഭവനമായിരുന്നില്ല ബാബരി മസ്ജിദ്. അതിവിടത്തെ ഹിന്ദുവിന്റെ, ക്രിസ്ത്യാനിയുടെ, സിഖുകാരന്റെ, ഈ രാജ്യത്തെ സർവ്വ മതവിശ്വാസികളുടെയും മതമില്ലാത്തവരുടെയും ഒക്കെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ബാബരി മസ്ജിദ്. ആ ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടിത്തകർത്ത് തരിപ്പണമാക്കപ്പെട്ടപ്പോൾ അതിനെതിരെ ഞാൻ പ്രസംഗിച്ചു. ബാബരി മസ്ജിദ് തകർന്നു വീഴുമ്പോൾ ഇന്നത്തെ ആര്യാടൻ മുഹമ്മദിന്റെ അന്നത്തെ പൊന്നോമന നേതാവായിരുന്ന നരസിംഹറാവു ഉണ്ടല്ലോ, ആ നരസിംഹറാവു, ഒരുപാട് ഭാഷകൾ അറിയുന്ന നരസിംഹറാവു ഒരു ഭാഷയിൽ പോലും കരഞ്ഞില്ല, ഒരു ഭാഷയിൽ പോലും അരുതേ എന്ന് പറഞ്ഞില്ല. ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടിത്തകർത്ത് തരിപ്പണമാക്കുന്നത് തന്റെ വീട്ടിലെ ടിവിയിലിരുന്നു കൊണ്ട് ചാനലുകൾ മാറി മാറി അടിച്ച് ബാബരി മസ്ജിദിന്റെ മുനാരങ്ങളിലെ കല്ലുകൾ ഒന്നൊന്നായി നിലത്ത് വീണ് പള്ളി മൊത്തം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ നാൽക്കാലി മൃഗത്തെക്കാളും മോശമായ നിശബ്ദത പാലിച്ച നരസിംഹറാവു എന്ന അധമനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. അയാളെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മക്കൾ ആലോചിക്കണം, എന്റെ പ്രസംഗങ്ങളിൽ എവിടെയെങ്കിലും ഞാൻ ഒരൊറ്റ സ്ഥലത്തെങ്കിലും ബാബരി മസ്ജിദ് തകർത്തതിന് പകരം ഏതെങ്കിലും അമ്പലം ആക്രമിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? 1000 പള്ളികൾ തകർക്കപ്പെട്ടാലും മക്കളെ, ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഒരു പിടി മണ്ണ് പോലും വാരി മാറ്റല്ലേ എന്നാണ് ഞാൻ പ്രസംഗിച്ചത്. ഒരു ഹിന്ദുവിനെയും കൊല്ലരുതേ എന്നാണ് ഞാൻ പ്രസംഗിച്ചത്. ഒരു ഹിന്ദുവിന്റെയും ചോര ഒഴുക്കരുതേ എന്നാണ് ഞാൻ പ്രസംഗിച്ചത്. പക്ഷേ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ മുനാരങ്ങളുടെ പേരിൽ അന്നും ഇന്നും എനിക്ക് വേദനയുണ്ട്. ആ വേദന എന്റെ സഹജമാണ്. കോയമ്പത്തൂർ ജയിലിന്റെ അകത്തളത്തിലിരിക്കുമ്പോൾ ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞുപോയത് 3 ഘട്ടത്തിൽ മാത്രമാണ്. അതിലൊരു ഘട്ടം ഇന്ത്യ രാജ്യത്തെ ഗുജറാത്ത് സംസ്ഥാനത്ത് ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ, 100 കണക്കിന് സഹോദരിമാർ മാനഭംഗപ്പെടുത്തപ്പെട്ടപ്പോൾ, 100 കണക്കിന് പിഞ്ചു പെൺകുട്ടികളുടെ ഗുഹ്യസ്ഥാനങ്ങളിലേക്ക് പെട്രോൾ അടിച്ചു കയറ്റിയിട്ട് തീപ്പട്ടി ഉരച്ചു വെച്ച് ആ തീപ്പട്ടിക്കൊള്ളി ചെന്ന് വീഴുമ്പോൾ ഗുഹ്യസ്ഥാനം പൊട്ടിക്കീറി ആ കുഞ്ഞുങ്ങളുടെ വയറ് പൊട്ടിച്ചു തീർന്നത് കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിച്ച മോഡിയുടെയും നരാധമന്മാരുടെയും കഥ കേട്ടപ്പോൾ ഞാൻ ജയിലിലിരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി. തമ്പുരാനെ, എനിക്കിതിനെതിരെ ഒന്നുറക്ക സംസാരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. അന്നെനിക്ക് മലപ്പുറത്തെ ചെറുപ്പക്കാര് കത്തെഴുതി, കേരളത്തിന്റെ പല ഭാഗത്തുമുള്ള ചെറുപ്പക്കാർ എനിക്ക് കത്തെഴുതി, ഉസ്താദേ, ഗുജറാത്തിൽ നടക്കുന്ന സംഭവത്തിനെതിരെ ഒന്ന് കൂട്ട ദുആ ചെയ്യാനെങ്കിലും ആഹ്വാനം ചെയ്യാൻ അങ്ങുണ്ടായിരുന്നെങ്കിൽ കഴിയുമായിരുന്നു. അതുപോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കത്തെഴുതി. ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി ഗുജറാത്തിലെ കലാപത്തിന്റെ കഥ കേട്ട്.